നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കോക്രോച്ച് പാർട്ടിയുടെ തലസ്ഥാനം ഇളക്കിയുള്ള സമരത്തിൽ ബിജെപി മൂക്കും കുത്തി വീണു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംരക്ഷിച്ചു നിർത്തിയ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ സമരം താൽക്കാലികമായി അവസാനിച്ചു. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ മറ്റൊരു സമരത്തിനു കൂടി അരങ്ങൊരുങ്ങിക്കഴിഞ്ഞു. ലക്ഷ്യം കേന്ദ്രമന്ത്രിസഭയിലെ മൂന്നാമൻ നിതിൻ ഗഡ്കരി. ഗഡ്കരിയെ താഴെയിറക്കുമെന്ന് ചൂണ്ടിക്കാട്ടി സമരം കൊടുമ്പിരികൊണ്ടിരിക്കുമ്പോൾ വീണ്ടും തലസ്ഥാനം ശ്രദ്ധാകേന്ദ്രമാണ്. നിതിൻ ഗഡ്കരിയെ പൂട്ടുമെന്ന് ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങളിൽ ആരംഭിച്ചിരിക്കുന്ന ക്യാമ്പയിൻ കേന്ദ്ര സർക്കാരിനെയും ബിജെപിയെയും സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. യുവാക്കളുടെ മുന്നേറ്റത്തിന്റെ ചൂടറിഞ്ഞ കേന്ദ്ര സർക്കാർ ഇനി മുതൽ ഒരു നീക്കവും ചെറുതായി കാണില്ലെന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ പുതിയ ക്യാമ്പയിൻ ബിജെപി സർക്കാർ മുളയിലെ നുള്ളാനുള്ള നീക്കമാണ് നടത്തുന്നത്. 100% ശുദ്ധമായ പെട്രോൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഇന്ധന ഉപഭോക്താക്കൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് E20 ജനതാ പാർട്ടി എന്ന പേരിൽ പുതിയ മുന്നേറ്റം സോഷ്യൽ മീഡിയയിൽ സജീവമാവുകയാണ്. E20 ജനതാ പാർട്ടി എന്ന പേരിൽ എക്സിലും ഇൻസ്റ്റഗ്രാമിലും അക്കൗണ്ടുകൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. പെട്രോളിൽ ഉയർന്ന അളവിൽ എത്തനോൾ കലർത്തുന്ന നിലവിലെ കേന്ദ്ര നയത്തിനെതിരെയാണ് ഇവരുടെ പ്രതിഷേധം. ഞങ്ങളുടെ വാഹനങ്ങളുടെ ഫ്യൂവൽ ടാങ്കിൽ എന്തൊഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശം ഉപഭോക്താവിനായിരിക്കണം എന്നതാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം. ഈ ക്യാമ്പയിൻ പതിയെ ചൂടുപിടിച്ചു തുടങ്ങുന്നുണ്ട്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ ജനശ്രദ്ധ നേടാൻ ഈ ക്യാമ്പയിന് സാധിച്ചിട്ടുണ്ട്. വെറും 4 മണിക്കൂറിനുള്ളിൽ 4000 ഫോളോവേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞു. ഈ പോക്കാണെങ്കിൽ നിതിൻ ഗഡ്കരിക്ക് പോലും ഇരിക്കപ്പുറതിയില്ലാത്ത രീതിയിൽ സമരം കത്തിപ്പടരും. ഇൻസ്റ്റഗ്രാമിലും ഇവരെ പിന്തുടരുന്നവരുടെ എണ്ണം വേഗത്തിൽ ഉയരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ക്യാമ്പയിൻ കൂടുതൽ ശക്തമാകുമെന്നാണ് സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം 20% എത്തനോൾ ചേർത്ത E20 പെട്രോൾ വിതരണത്തിനെതിരെ രാജ്യ തലസ്ഥാനത്തും വിവിധ സംസ്ഥാനങ്ങളിലും പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. വാഹനങ്ങൾക്കുണ്ടാകുന്ന സാങ്കേതിക തകരാറുകൾ, മൈലേജ് കുറയൽ, കൂടിയ അറ്റകുറ്റപ്പണി ചെലവ് എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് വാഹന ഉടമകളും ടാക്സി ട്രാൻസ്പോർട്ട് സംഘടനകളും രംഗത്തുള്ളത്. ഡൽഹി ടാക്സി ആൻഡ് ടൂറിസ്റ്റ് ട്രാൻസ്പോർട്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 4-ന് പാർലമെന്റിലേക്ക് പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ക്യാമ്പയിൻ ഉരുത്തിരിയുന്നത്. എന്നാൽ എത്തനോൾ ചേർത്ത E20 പെട്രോൾ സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവും സാങ്കേതികമായി പുരോഗമിച്ചതുമാണെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. അവർ അതിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് മറ്റൊരു മൂവ്മെന്റിനു കൂടി രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. നിതിൻ ഗഡ്കരിയുടെ മകന്റെ കമ്പനിക്ക് കൊള്ള ലാഭം കൊയ്യുന്നതിനുള്ള നീക്കമാണ് ഇതെന്ന വാദം തുടക്കം മുതൽ ഉയർന്നിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇതൊന്നും ചെവികൊള്ളാതെ മുന്നോട്ട് പോകുമ്പോഴാണ് E20 ജനതാ പാർട്ടിയുടെ ഉദയം സംഭവിച്ചിരിക്കുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച CJPയുടെ ജന്തർ മന്ദറിലെ ശക്തമായ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. ഇതിനു പിന്നാലെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ ലക്ഷ്യമിട്ടാണ് E20 ജനതാ പാർട്ടിയുടെ നീക്കങ്ങളെന്നാണ് റിപ്പോർട്ടുകൾ. എത്തനോൾ വിവാദത്തിൽ ഉൾപ്പെട്ട കമ്പനിയായ സിയാൻ അഗ്രോയുടെ നേതൃസ്ഥാനത്തുള്ളത് നിതിൻ ഗഡ്കരിയുടെ മകൻ നിഖിൽ ഗഡ്കരിയാണ്. മന്ത്രി പോളിസി ഉണ്ടാക്കുകയും മക്കൾ ലാഭമുണ്ടാക്കുകയും ചെയ്യുന്നുവെന്ന ആരോപണവുമായി പ്രതിപക്ഷം ശക്തമായി രംഗത്തുണ്ട്. ഈ സാഹചര്യത്തിൽ ക്യാമ്പയിന് ശക്തമായ ജനപിന്തുണയുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. പെട്രോളിൽ എത്തനോൾ ചേർക്കാനുള്ള നയം തുടങ്ങുമ്പോൾ 40 രൂപയായിരുന്ന സിയാൻ അഗ്രോ കമ്പനിയുടെ ഓഹരി വില 1.5 വർഷം കൊണ്ട് കുതിച്ച് 3600 രൂപയിലേക്ക് എത്തിയതും ഈ പ്രതിഷേധങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ഈ കൊള്ളയ്ക്ക് പിന്നിൽ ഗഡ്കരിയാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പ്രക്ഷോഭം തെരുവിലേക്ക് കൂടി വ്യാപിപ്പിച്ചാൽ അതിനെ തടയാൻ കേന്ദ്ര സർക്കാരിന് നന്നേ വിയർക്കേണ്ടി വരും.